രാത്രിയിൽ നിങ്ങൾ ആരും തന്നെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ടേബിളിൽ വെച്ചിട്ട് കിടക്കാറില്ലെന്ന് എനിക്കറിയാം. നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കും. സിങ്കും ഒന്ന് വൃത്തിയാക്കിയിട്ട് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് കിടക്കാറുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, പിന്നെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് എന്തിനാണ് ഈ വീഡിയോ എന്ന്. ഇതൊക്കെ ഞങ്ങൾ ദിവസവും ചെയ്യുന്നതല്ലേ, ഇതിലെന്താ ഇത്ര വലിയ കാര്യം അല്ലേ? നമ്മളെല്ലാവരും സാധാരണ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കും, ടേബിൾ ഒന്ന് വൃത്തിയാക്കും, സിങ്ക് ഒന്ന് ഒതുക്കും. അതൊന്നും ചെയ്യാതെ ആരും കിടക്കാൻ പോകാറില്ലല്ലോ. നമ്മൾ ദിവസവും ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കപ്പുറം കിച്ചൺ വൃത്തിയാക്കി ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വലിയ ക്ലീനിങ് ഒന്നുമല്ല കേട്ടോ, നമ്മൾ ദിവസവും ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ രാത്രിയിൽ കിച്ചണൊക്കെ അടച്ചു പൂട്ടുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ അടുത്ത ദിവസം കിച്ചൺ കൂടുതൽ വൃത്തിയായിട്ടും നീറ്റായിട്ടും തോന്നാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ചെയ്യാറുണ്ടാകാം, എന്നാൽ ചിലതൊരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടേബിളിലിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് അടുക്കളയിലോട്ട് കൊണ്ടുപോകും. ടേബിളിൻ്റെ മുകളൊക്കെ ഒന്ന് തുടയ്ക്കുകയും ചെയ്യും. അത്രയും ചെയ്താൽ നമ്മുടെ ജോലി കഴിഞ്ഞെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഒന്ന് ടേബിളിൻ്റെ താഴേക്ക് നോക്കിയിട്ടുണ്ടോ? കസേരയുടെ അടിയിൽ ടേബിളിൻ്റെ കാലിൻ്റെ ഭാഗത്തൊക്കെ ഭക്ഷണത്തിൻ്റെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ടാകാം. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടാണെങ്കിൽ പറയുകയും വേണ്ട. അതുകൊണ്ട് രാത്രി കിച്ചൺ ഒതുക്കുമ്പോൾ ടേബിളിൻ്റെ മുകളിൽ മാത്രം നോക്കാതെ ഒരു സെക്കൻഡ് താഴേക്കും ഒന്ന് നോക്കണേ. എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ എടുത്തു കളയാം, അത്രയേ വേണ്ടൂ. പക്ഷെ രാവിലെ ആ ഭാഗം വൃത്തിയായി കാണുമ്പോൾ ഒരു നല്ല നീറ്റ് ഫീലിംഗും കിട്ടും. ഇനി പോയിന്റ് നമ്പർ 2, നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന മറ്റൊരു സ്ഥലമാണ് ടാപ്പ്. സിങ്കിൽ പാത്രങ്ങളൊന്നുമില്ല, സിങ്ക് കഴുകി നമ്മൾ നല്ല വൃത്തിയാക്കി, എല്ലാം പെർഫെക്റ്റ്. പക്ഷേ ടാപ്പിൽ നോക്കിയാൽ വെള്ളത്തിൻ്റെ പാടും സോപ്പിൻ്റെ ചെറിയ കറയും ഒക്കെ കാണാം. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ടാപ്പ് കഴുകി വൃത്തിയാക്കാനൊന്നും പറ്റിയില്ലെങ്കിലും സിങ്ക് വൃത്തിയാക്കിയ ശേഷം ആ നനഞ്ഞ തുണി കൊണ്ട് തന്നെ ടാപ്പ് ഒന്ന് തുടച്ചിട്ട് പോകൂ. പ്രത്യേകിച്ച് ടാപ്പിൻ്റെ താഴെയുള്ള ഭാഗം കൂടി ഒന്ന് നോക്കണം. വലിയ ക്ലീനിങ് ഒന്നുമല്ല, ഒരു 10 സെക്കൻഡിൻ്റെ കാര്യം. പക്ഷെ അത് ചെയ്താൽ സിങ്ക് ഏരിയ തന്നെ കുറച്ചുകൂടി വൃത്തിയുള്ളതായിട്ട് നമുക്ക് തോന്നും. അടുത്ത മൂന്നാമത്തെ പോയിന്റാണ് ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ. നമ്മൾ ദിവസത്തിൽ എത്ര തവണയാണ് ഫ്രിഡ്ജ് തുറക്കുന്നത്? രാവിലെ മുതൽ രാത്രി വരെ എത്രയോ തവണ അല്ലേ? പക്ഷെ കിച്ചൺ വൃത്തിയാക്കുന്ന ചില സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ ഒന്ന് തുടച്ചെന്ന് വരാം. എന്നാൽ ഹാൻഡിൽ മാത്രം പലപ്പോഴും നമ്മൾ മറന്നു പോകും. കാരണം അത് നമ്മൾ കാണുമ്പോൾ അത്രയ്ക്കങ്ങ് ശ്രദ്ധയിൽപ്പെടില്ല. അതുകൊണ്ട് രാത്രിയിൽ ഒരു തുണിയെടുത്ത് ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ മാത്രം ഒന്ന് തുടച്ചാൽ മതി. ഇത് നമ്മൾ ദിവസവും ചെയ്യണമെന്നില്ല, പക്ഷേ രാത്രിയിൽ നോക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ നീറ്റല്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രം ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പാചകം ചെയ്യുന്നതിനിടയിൽ കയ്യിൽ എണ്ണയോ മസാലയോ ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഫ്രിഡ്ജ് നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെറിയ പാടുകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി പോയിന്റ് നമ്പർ 4, സ്റ്റൗവിൻ്റെ ബർണർ മാത്രം നോക്കിയാൽ പോരാ. സ്റ്റൗ വൃത്തിയാക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? പാചകം കഴിഞ്ഞാൽ മുകളിലൊക്കെ ഒന്ന് തുടയ്ക്കും, ബർണർ ഭാഗം വൃത്തിയാക്കും, അതോടെ കഴിഞ്ഞു. പക്ഷേ ആ സ്റ്റൗവിൻ്റെ നോബ് ഒന്ന് നോക്കിയിട്ടുണ്ടോ? പാചകം ചെയ്യുമ്പോൾ മസാലയോ എണ്ണയൊക്കെ കയ്യിൽ പറ്റിയിട്ടാണ് നമ്മൾ നോബ് തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെയും ചെറിയൊരു കറയൊക്കെ ഉണ്ടാകാം. അത് ഈ പറഞ്ഞതുപോലെ ദിവസവും വലിയ രീതിയിൽ കഴുകേണ്ട കാര്യമൊന്നുമില്ല. രാത്രിയിൽ നമ്മൾ കിച്ചൺ അടയ്ക്കുന്നതിന് മുമ്പ് നേരത്തെ ചെയ്യുന്നത് പോലെ ഒരു തുണി കൊണ്ട് ഒന്ന് തുടച്ചാൽ മാത്രം മതി. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കിച്ചൺ നീറ്റായി തോന്നുന്നതിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഇനി 5ാമത്തെ കാര്യമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ടിപ്പ് പറയാം. നമ്മൾ എണ്ണക്കുപ്പിയും മസാലക്കുപ്പികളും ഉപയോഗിച്ചിട്ട് തിരിച്ച് അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ വെക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ അടിഭാഗം എപ്പോഴെങ്കിലും നോക്കാറുണ്ടോ? എണ്ണക്കുപ്പി എടുത്ത് വെക്കുമ്പോൾ താഴെ ചെറിയൊരു എണ്ണപ്പാടുണ്ടാകാം. അത് നമ്മൾ കാണാതെ അവിടെ തന്നെ വീണ്ടും വെച്ചാൽ കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ സ്ലാബിലും എണ്ണയുടെ ഒരു പാടുണ്ടാകാം. പിന്നെ നമ്മൾ പറയും, ഈ സ്ലാബ് എത്ര തുടച്ചാലും വൃത്തിയാകുന്നില്ലല്ലോ എന്ന്. 6ാമത്തെ കാര്യം, കിച്ചൺ വൃത്തിയാക്കുന്ന തുണിയും വൃത്തിയായിരിക്കണം. ഇനി നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, കിച്ചൺ തുടയ്ക്കുന്ന തുണി. കിച്ചൺ മുഴുവൻ തുടച്ചിട്ട് ആ തുണി നനഞ്ഞതുപോലെ തന്നെ ചുരുട്ടി ഒരു മൂലയിലിട്ടിട്ട് നമ്മൾ ചില സമയത്തൊക്കെ പോകാറില്ലേ? പിന്നെ അടുത്ത ദിവസം എടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ കിച്ചൺ വൃത്തിയാക്കിയ ശേഷം ആ തുണി നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞിട്ട് ഉണങ്ങാനിടുക. സ്പോഞ്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ തന്നെ വെക്കുക. 7ാമത്തെ കാര്യമായിട്ട് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന മറ്റൊരു ചെറിയ കാര്യം പറയാം. കിടക്കാൻ പോകുന്നതിന് മുമ്പ് വാഷ് ബേസിൻ ഒന്ന് നോക്കണേ. ദിവസം മുഴുവനും കൈയും മുഖവും കഴുകുന്നതൊക്കെ കൊണ്ട് അവിടെ ചെറിയ സോപ്പിൻ്റെ പാടും വെള്ളക്കറിയും ഒക്കെ ഉണ്ടാകാം. വലിയ രീതിയിൽ കഴുകേണ്ട കാര്യമൊന്നുമില്ല.
അവിടെ ഒരു ചെറിയൊരു ബ്രഷ് സ്ഥിരമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വാഷ് ബേസിൻ ജസ്റ്റ് ഒന്ന് തൂത്തിട്ട് വെള്ളമൊഴിച്ച് വിട്ടാലും മതി. 2 മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്യാനായിട്ട്. രാവിലെ എഴുന്നേറ്റ് വൃത്തിയുള്ള വാഷ് ബേസിൻ കാണുമ്പോൾ ഇന്നലെ രാത്രി തന്നെ ഇതൊന്ന് ചെയ്തു വെച്ചല്ലോ എന്നൊരു ചെറിയ സന്തോഷം നമുക്കുണ്ടാകാം. ഇതും നമ്മൾ ദിവസവും ചെയ്യേണ്ട വലിയ ജോലിയായി കാണേണ്ടതില്ല. കിടക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ചെറിയ ശീലം മാത്രമായിട്ട് കണ്ടാൽ മതി. അടുത്തതായിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ മിക്കവാറും ഒന്ന് നോക്കാറുള്ള ഒരു കാര്യമാണ് ഫ്രിഡ്ജ് തുറന്ന് വലിയ ക്ലീനിങ് ഒന്നും ചെയ്യണമെന്നല്ല, വെറുതെ ഒന്ന് തുറന്നു നോക്കുക. ഇന്ന് ബാക്കി വന്ന ഭക്ഷണം എന്തൊക്കെയുണ്ട്, നാളെ കഴിക്കാൻ പറ്റാത്തതാണോ, ഇനി ആവശ്യമില്ലാത്തതാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. ചെറിയ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം ബാക്കി ഉണ്ടാവാം, ഒരു കറിയുടെ ബാക്കി, പകുതി മുറിച്ച ഒരു പഴം, ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ചു പോകുന്ന സാധനങ്ങൾ ഉണ്ടാകാം. അത് അങ്ങനെ തന്നെ ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ കിടക്കാതെ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുകയും ബാക്കിയുള്ളത് ശരിയായി മൂടി വയ്ക്കുകയും ചെയ്താൽ ഫ്രിഡ്ജും കുറച്ചുകൂടി നീറ്റായിട്ടിരിക്കും. ഭക്ഷണം പാഴാകുന്നതും കുറയ്ക്കാം. പിന്നെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ വരുന്ന ആ പഴയ ഭക്ഷണത്തിൻ്റെ സ്മെല്ലൊക്കെ ഒഴിവാക്കാനായിട്ടും ഇത് സഹായിക്കും. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിനും കൊടുക്കാം. ഇനി അവസാനത്തെ ഒരു 30 സെക്കൻഡ് കിച്ചൺ സ്കാൻ. ഇതൊരു ചെറിയ ശീലമാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു സാധനവും വേണ്ട. രാത്രിയിൽ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 30 സെക്കൻഡ് ഒന്ന് അവിടെ തന്നെ നിന്നിട്ട് ചുറ്റും നോക്കൂ. എന്തെങ്കിലും അതിൻ്റെ സ്ഥാനത്തല്ലാതെ ഇരിപ്പുണ്ടോ? എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് ചെയ്തു വെച്ചാൽ അത് നാളെ രാവിലെ എളുപ്പമാകുമോ? അങ്ങനെ ഒന്ന് നോക്കുക. ഒരു സ്പൂൺ ആണെങ്കിൽ എടുത്തു വെക്കാം, ഒരു കുപ്പിയാണെങ്കിൽ അതിൻ്റെ സ്ഥാനത്തേക്കൊന്ന് വെക്കുക. ടേബിളിൽ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാം. ഇതൊക്കെ ചെയ്യാനായിട്ട് 5-10 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ 30 സെക്കൻഡ് ശീലം ഉണ്ടാക്കിയാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രി നമ്മൾ തന്നെ നമ്മുടെ നാളത്തെ ജോലിക്ക് കുറച്ച് സഹായം ചെയ്തു വെച്ചതുപോലെ തോന്നും. അതാണ് ഈ ചെറിയ കാര്യങ്ങളുടെയൊക്കെ ഒരു ഭംഗി. നമ്മൾ ദിവസവും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് ചിലപ്പോൾ ഒരു വീട്ടിലെ വൃത്തിയും ഭംഗിയും നിലനിർത്താനായിട്ട് വലിയ സഹായമാകുന്നത്. എല്ലാ ദിവസവും ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില ദിവസങ്ങളിൽ നമ്മൾക്ക് നല്ല ക്ഷീണം ഉണ്ടാകാം, ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല. അങ്ങനെയുള്ളപ്പോൾ വിശ്രമിക്കണം. നമ്മളും ഈ വീടിൻ്റെ ഭാഗമാണ്. വീടിനു വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കേണ്ടവരല്ല. പക്ഷെ കഴിയുന്ന ദിവസങ്ങളിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ 1-2 ചെയ്തു നോക്കൂ. കുറച്ച് മിനിറ്റ് മാത്രം. പക്ഷെ അതിൻ്റെ ഗുണം നമുക്ക് അടുത്ത ദിവസം രാവിലെ തന്നെ അനുഭവപ്പെടും. രാവിലെ എഴുന്നേറ്റ് ഒരു വൃത്തിയുള്ള നീറ്റായ കിച്ചണും വാഷ് ബേസിനും ഒക്കെ കാണുമ്പോൾ ആ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം ഉണ്ടാകും. നമ്മുടെ വീടിനെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനല്ലല്ലോ, നമുക്ക് തന്നെ ആ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാം പെർഫെക്റ്റ് ആക്കണം എന്നൊരു വാശിയും വേണ്ട. കഴിയുന്നതിൽ നിന്ന് ഒരു ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയ ടിപ്പ് ഏതാണെന്ന് ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീടും വൃത്തിയായിരിക്കട്ടെ, അതിനേക്കാൾ പ്രധാനമായി നമ്മുടെ മനസ്സും സന്തോഷമായിരിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.